അതെ, ഇത് സ്ഥലം ജർമ്മനിയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കോഫ്ലാൻഡിൽ ഞങ്ങളൊരു പർച്ചേസിങ്ങിന് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു മാനിറച്ചി കിട്ടി. അപ്പം ഒരു 800 ഗ്രാം എങ്ങാണ്ട് 1 കിലോ സംതിങ് ഉണ്ട് ഒരു മാനിറച്ചി. അപ്പം ഇത് പ്രത്യേകിച്ച് ഓർത്തോണം, നമ്മുടെ ഇന്ത്യയിലല്ല ഇത്, നമ്മുടെ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ കോഫ്ലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളിൽ നമ്മൾ മേടിച്ച മാനിറച്ചിയാണ്. ഇവിടെയൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഈ വാഹനം ഇടിച്ച് മാന് ഇതായിട്ട് കിടക്കും. ചത്ത് കിടക്കുന്ന മാനിനെ അവർ കൊണ്ടുപോയി ഷോപ്പിലൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യാണ്. അത് വേണമെങ്കിൽ നമുക്ക് വന്ന് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പീസാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതെങ്ങനെ കറി വെക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ഞാനിപ്പം വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ വോയിസ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ മാനിറച്ചി നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണ്. കാരണം മാനിനെ പിടിച്ചാൽ അകത്ത് ഉറപ്പായിട്ടും പോയി കിടക്കേണ്ട അവസ്ഥ വരും. അപ്പം എനിക്കൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു, ഈ മാനിറച്ചി കഴിച്ചാൽ അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്നും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. പീസാക്കി നമ്മൾ അടുപ്പത്ത് വെക്കാനുള്ള പ്ലാനാണ്. അപ്പം ഞാനിത് കറി വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പീസാക്കിയതിന് ശേഷം നമ്മൾ ആദ്യമേ ഇതിന് ശകലം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇച്ചിരി കാലം ഏറെ വേണം കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറി ബീഫ് കറി വെക്കുന്ന പോലല്ല. ഇച്ചൂടൊക്കെ ഉള്ളി ഇപ്പോൾ 10 കഷ്ണം ഉള്ളിയാണ്, ഒരു 15-16 കഷ്ണം വലിയ കഷ്ണം വെളുത്തുള്ളി നമ്മൾ എടുക്കണം. അതുപോലെ ഇഞ്ചി ഒരു നല്ലൊരു കഷ്ണം എടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് ചതച്ച് വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ച് ഈ ഇറച്ചി നമ്മൾ കുക്കറിലിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ യൂട്യൂബിൽ അധികം സബ്സ്ക്രൈബ് ആൾക്കാർ നമുക്കില്ല. പിന്നെ തന്നെയല്ല വലിയ വ്യൂവേഴ്സും ഇല്ല നമുക്ക്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു മാനിറച്ചി കിട്ടിയപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് കറി വെച്ചു, ഓൾറെഡി ഞാനിത് കഴിച്ചു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക. ഓക്കെ.